അപ്പോൾ ഇന്ന് നമ്മൾ ജയിലർ 2-ൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്യാം. സോ ജയിലർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഭയങ്കര നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ആ സിനിമയുടെ പുറത്ത് ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു ആൾക്കും. കാരണം നെൽസണിൻ്റെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന സിനിമകളുടെ റിസൾട്ട് വെച്ചിട്ട് ആൾക്കാർക്കും പൊതുവെ കുറച്ച് മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു സിനിമ വരുന്നതിന് മുമ്പ് വരെ. പക്ഷെ സിനിമ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായി. തലൈവർക്ക് പറ്റിയ പടം. അതെ, തലൈവരെ അതെ. അതുപോലെ പടത്തിൽ വന്ന ക്യാമിയോസ് എല്ലാം വന്ന് പിന്നെ മ്യൂസിക് എല്ലാം കൊണ്ടും സിനിമ തിയേറ്ററിൽ മറ്റേ വേറെ ലെവൽ പരിപാടിയായി. സോ നമുക്ക് ജയിലർ 2-ൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കാം. പ്ലേ ചെയ്യും. ലാലേട്ടുണ്ടാവും അനൗൺസ്മെന്റിൽ, അറിയില്ല. ஓஹோ, சைக்ளோனை பற்றி மறுபடியும் சைக்ளோனா? நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கூப்பிட்டு வந்துருக்கிறேன். ஜி, அந்த மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ பெரிய தார் அப்படியே சைக்கிள் சுத்தி போட்டு. ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்ணுறீங்க, நமக்கு அப்படியா? கடைசியாக என் படம் வந்ததுக்கப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஒரு 5 மினிட்ஸ் அப்படியே சைலண்டாக மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. സ്കാർലറ്റ് ജോൺസൺ ഫാനാണോ? தலைவர் വേറെ ആളാണോ ചെയ്യുന്നത്? അല്ലല്ല, വളരെ തന്നെ. ഇനി അറിയില്ല കേട്ടോ. അതിപ്പോ பாருங்கள, இது பாயில வந்து கீழே விழுறது கூட தெரியாம போயிடுறாரு. അത് ജയിലർ ഐക്കോണിക് ഷോട്ട് അല്ലേ? பயங்கரமா இருக்கு சார், இதுவே பண்ணிடலாமே. മൂന്ന് ട്രക്കിന് വരാല്ലേ? ഓ, ഫോണ്ടൊക്കെ മാറ്റില്ല. അവിടെ ഒരു പാടുപോലെ അനിരുദ്ധ് മ്യൂസിക്കൽ ഡയറക്ടർ ബൈ നെൽസൺ. വൈബ്. ഇത് പ്രോപ്പർ
ജയിലർ എന്താണ് തന്നത് അത് തന്നെ ആ വൈബ് കുറച്ച് കോമഡി കുറച്ച് കോമഡി. അതായത് ശരിക്കും ജയിലറിൽ ഭയങ്കര മിസ്സായ നെൽസന്റെ കുറച്ച് ഹ്യൂമർ കുറച്ച് കുറവായിരുന്നു. അതായത് കുറച്ചുകൂടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു അത് സൂപ്പർ സ്റ്റാർ ചെയ്യരുതല്ലോ, വേറൊരു ആക്ടർ ചെയ്യണം. ചുറ്റിന് നിൽക്കുന്ന ഒരു ഇതാ ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അതിനകത്ത് കുറവായിരുന്നു. അപ്പൊ ഇനി ഇതിൽ കുറച്ചുകൂടെ ആ നെൽസൺ ഹ്യൂമർ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം പുള്ളിയുടെ ഹ്യൂമറാണ് പുള്ളിയുടെ ഹൈലൈറ്റ്. ചില പുള്ളി ഉണ്ടെങ്കിലും രസമായിരിക്കും. അതെ, നെൽസൺ തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര രസമാണ്. അവര് സംസാരിക്കുന്നതൊക്കെ പുള്ളിക്കാണുള്ളത് ഏറ്റവും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഹ്യൂമർ. പുള്ളി ഇങ്ങനെ കണ്ടിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് കണ്ടിട്ട് രസമുണ്ടല്ലോ. ഇതും പടമാക്കിയാലും അതായത് സിനിമ ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ആ സിനിമയ്ക്കുള്ളിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഭയങ്കര പറയുന്ന തോട്ടായിരിക്കും അതല്ലേ? കാരണം നിനക്ക് വട്ടാണോ? അല്ല, അവരുടെ പേരിനൊക്കെ ഭയങ്കര തലവറിന് അത്രയും തന്നെ വലുപ്പത്തിൽ അവരുടെ പേര് വന്നു. സംഭവം ഡെഫിനറ്റ്ലി ഈ വർഷത്തെ റിലീസാണോ അടുത്ത വർഷത്തേക്കാണോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. സൂണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് VFX ഇല്ലാത്ത പടം, അതുകൊണ്ട് ഷൂട്ട് തീർന്ന് എഡിറ്റ് മാത്രമേ ഉള്ളായിരിക്കും അതിന്റെ പ്രോപ്പർ. അതെ, ഇത് ആക്ച്വലി വേണ്ടി ഒരു വർഷം ഇത് ബർത്ത്ഡേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. പുള്ളിയുടെ ബർത്ത്ഡേക്ക് റിലീസ് ചെയ്യണമെന്ന് വെച്ചിരുന്നത്. പക്ഷെ എന്തോ ഈ പറഞ്ഞ ടെക്നിക്കൽ എറർ ആയിരിക്കണം. അതുകൊണ്ട് ഇത് മറ്റേ കൂലിയുണ്ട്. കൂലി ഈ വർഷം റിലീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജയിലിൽ അടുത്ത വർഷമായിരിക്കും. അടുത്ത വർഷം മാർച്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടോ കൂലിയുടെ? എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ സമയത്തൊക്കെ ആയിരിക്കും കൂലി. ഒക്ടോബർ അല്ല, സമ്മർ റിലീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യ 6 മാസമല്ലേ? എനിക്കറിയില്ല അത് എപ്പോഴും ഡേറ്റ് അവർ പറഞ്ഞിട്ട് ഇതുവരെ. സോ ജയിലർ ഈ വർഷം ഉണ്ടാവോ, ജയിലർ 2 ഈ വർഷം ഉണ്ടാവോ, അടുത്ത വർഷം ഉണ്ടാവോ അറിയില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. സോ അവരേതായാലും ചെയ്യട്ടെ സംഭവം. ഇപ്പൊ അനൗൺസ് ചെയ്തതിൽ ജയിലർ സെക്കൻഡ് ലാസ്റ്റ് പടം. അതെ, അത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു റൂമർ അങ്ങനെയാണ്. ഈ സിനിമയോടുകൂടി തലൈവർ ആക്ടിങ്ങിൽ നിന്ന് വിരമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല, അങ്ങനെ ഒരു റൂമർ ഉണ്ട് ത്രൂ ഔട്ട്. കാരണം ഓൾറെഡി പുള്ളിക്ക് നല്ല പ്രായമായല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ എത്ര പടങ്ങൾ ചെയ്യാം, എസ്പെഷ്യലി ഈ ആക്ഷൻ പരിപാടികളൊക്കെ ഒരുപാട്. ഇനിഷ്യലി നടന്നു കയറുന്നൊക്കെ അത് എനിക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പം കാരണം നമ്മളെ ഫേസ് കാണിക്കാത്തതുകൊണ്ട്. കാരണം ഇവർക്ക് ആക്ച്വലി അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതായത് ഒരുപാട് സീനുകളിൽ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ, കാരണം ഇവർക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. തലവരുടെ ഷോട്ട്സ് എല്ലാം മറ്റേ ഗ്രീൻ സ്ക്രീനാണ്. ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഷോട്ട്സ് ആണ് തലവരെ കാണിച്ചത്. പക്ഷെ ബാക്കിയെല്ലാം ഈ നടന്നു വരുന്ന കയറുന്നതും ബഹളവും എല്ലാം വേറെ ആളെ വെച്ച് ബാക്ക് ഷോട്ട്സ് ആണെന്ന് തോന്നുന്നു. അത് കുറച്ച് കൂടുതൽ ജയിലർ 2 പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അറിയില്ല. മറ്റേ അണ്ണാത്തേൽ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. അണ്ണാത്തേൻ്റെ ഷൂട്ടിംഗ് ഇടയ്ക്ക് പുള്ളിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ട് ഒരുപാട് സീക്വൻസിൽ ഈ ഡൂപ്പിനെ വെച്ചിട്ട് ആ സിനിമ ചെയ്ത്. ആ സിനിമ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഇവരുടെ ഒരുമിച്ചുള്ള ഷോട്ട്സ്, അതായത് കോമ്പിനേഷൻ സീൻ ഭയങ്കര കുറവാണ്. സീനിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഷോട്ട്സ് മാത്രം എപ്പോഴും സെപ്പറേറ്റ്. ഇതിനകത്ത് കുറച്ചതേ ഉണ്ടായിരുന്നു കഴിഞ്ഞ പടം വേട്ടയൻ. പക്ഷെ ജയിലറിനകത്ത് ഫുൾ ഉണ്ടായിരുന്നു. കാര്യം പുള്ളിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു. ഈ ജയിലറിന്റെ സെറ്റിംഗ് അങ്ങനെ ആയിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ജയിലർ 2 നമുക്ക് നോക്കാം. ശരിക്കും ഇനി ഇതിൽ ആരൊക്കെ ഉണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കാസ്റ്റ് ലിസ്റ്റ് വരും. എന്തായിരിക്കും പരിപാടി, ആരൊക്കെ ഉണ്ടാകും. ക്യാമിയോ ലിസ്റ്റ് വലിയൊരു ഫാക്ടർ. അതെ, ജയിലർ ഇഷ്ടമുള്ള ഒരു മെയിൻ ഫാക്ടർ അതിനകത്ത് വന്ന ക്യാമിയോസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ്. അതായത് കന്നഡയും മലയാളവും എല്ലാത്തിനെയും ഹിന്ദിയും എല്ലാം. അപ്പൊ ഇനി അതേ പാറ്റേൺ നമുക്ക് പിന്തുടരാനും, പിന്നെ അതുപോലെ അവരുടെ ഏറ്റവും വലിയൊരു നീളം എന്ന് പറയുന്നത് ഒരു 1000 crore മൂവി ഇൻ തമിഴ് എന്നൊരു സംഭവമുണ്ട്. ഇത്രയും വർഷമായിട്ട് അവർക്ക് അടിക്കാൻ പറ്റില്ല. സോ അവർ ഇതിലത് എയിം ചെയ്യുന്നുണ്ടാവാം എന്ന് തോന്നുന്നു. 2000 crore എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു. വന്നതും പോയതും ആരും അറിഞ്ഞില്ല. എന്തല്ലേ. പക്ഷേ ഇതിന് ചാൻസസ് കൂടുതലാണ്. കാര്യം സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിന് എല്ലായിടത്തും അത്യാവശ്യം സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇവൻ നോർത്തിൽ പോലും പടത്തിന് കുറച്ച് സ്വീകാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇവനെ മാർക്കറ്റ് ചെയ്ത് ഇപ്പം മുതൽ തുടങ്ങിയാൽ ഒരു വർഷം മുമ്പേ അതെ എനിക്ക് തോന്നുന്നു ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പം കാര്യം ഓരോരുത്തരുടെയും ബർത്ത്ഡേയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരുപാട്. അതെ, ഇനി പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതുപോലെ ഈ പറഞ്ഞ ടീസർ, ട്രെയിലർ, അതൊക്കെ ഒരു ഭയങ്കര. ഇന്ന് ഇത് റിലീസ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു. സെലക്ടഡ് തിയേറ്റേഴ്സിൽ ഇതിന്റെ ഷോ ഉണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് വീഡിയോ കേരളത്തിൽ ആക്ച്വലി തിരുവനന്തപുരത്തും പാലക്കാടും ഉണ്ടായിരുന്നു ഓരോ തിയേറ്ററിൽ വെച്ച്. പിന്നൊരു സാധനം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ ബിഗ് മൂവി ആക്ഷൻ സാധനങ്ങളിൽ കളർഫുൾ പടങ്ങൾ വളരെ കുറവല്ല. എന്താ ഒരു 20 ഇറങ്ങിയ ചിലപ്പോൾ ഒരെണ്ണം കാണും. ഇതിപ്പോ ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളാണ്. സാധാരണ എന്തോ മൊത്തം ഇരുട്ടും ചോരയും. മനസ്സിലായി. ഇവിടെയും ചോരയാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വയലൻസിനെ കുറച്ചുകൂടെ ഹ്യൂമറസ്, അതായത് മറ്റേ ടറന്റീനോയുടെ ലൈനില്ല. എന്തിനാണ് നിങ്ങൾക്ക് വയലൻസ് ഇത്ര ഇഷ്ടപ്പെടുന്നത്? ബിക്കോസ് ഇറ്റ്സ് സോ മച്ച് ഫൺ ജാക്ക് എന്ന് പുള്ളി പറയുന്ന ആ വൈയിലാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് ബാഡ് റെഫറൻസ് ആവശ്യത്തിലധികം ഉണ്ടാവും. ഇന്ന് വെറൈറ്റിക്ക് ഞാൻ ലോപ്പോലോസ് ഹെർമാനോസിന്റെ ടീഷർട്ടൊക്കെ ഇട്ട് പഴയതാണെങ്കിലും എടുത്തിട്ട് ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി
നെൽസൺ ഒരു ബ്രേക്കിംഗ് ബാഡ് ഫാനാണല്ലോ, ഞാനും ഒരു ബ്രേക്കിംഗ് ബാഡ് ഫാനാണ്. സോ തുടങ്ങും മറ്റേ സാധനം കാണിക്കണമെന്ന് വിചാരിച്ചാണ്, കണ്ണാടി ഇല്ലാതായി പോയി. കണ്ണാടി ഇല്ലാണ്ട് പോയില്ല, ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ശിവമയം. എല്ലാം ശിവമയം, അത്ര തന്നെ.